വിഷുവിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ നടന്ന കലാകായിക പരിപാടികളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയായിരുന്നു വിഷു? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ വിഷുവാണ്. ഞങ്ങൾ കടലേരിയാണ്, കടൽപ്പുറത്താണ് പരിപാടികളൊക്കെ നടക്കുന്നത്. ആൾക്കാരൊക്കെ വന്നിരുന്ന് കുട്ടികളുടെ കസേരോട്ടം ആണ് ആദ്യത്തെ മത്സര ഇനം. അതിനായിട്ട് കുട്ടികളെയൊക്കെ റെഡിയാക്കി നിർത്തി ഈ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ പ്രായക്കാരൊന്നുമല്ല, ഏകദേശം ഒരേ ഇതുള്ള കുട്ടികളാണ് മത്സരത്തിലുള്ളത്. കുട്ടികളൊക്കെ നല്ല വാശിയേറിയ മത്സരമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ കുറേയും കൂടെ ആക്റ്റീവാകും. അടുത്തത് ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരം കഴിഞ്ഞ് ഇത് കുട്ടികൾ 2 കുട്ടികളും ഒരു കസേരയും വെച്ചിട്ടുള്ള ഫൈനൽ മത്സരത്തിൽ വിജയിയായ കുട്ടീനെയാണ് എടുത്തുന്നത്. അടുത്തത് അമ്മമാരുടെ കസേര കളിയാണ്. അമ്മമാർ കസേര കളിയിൽ അമ്മമാരെല്ലാവരും വട്ടത്തിൽ കസേരയോടെ കാണുന്നത്. കടൽക്കാറ്റേറ്റ് ഇവിടെ ഇരുന്ന് ഈ പരിപാടികളൊക്കെ കാണാനായിട്ട് നല്ല സുഖമായിരുന്നു. ഒരു ചൂടുമില്ല, ഒന്നും വേവുമില്ല. കടൽ തീരത്തല്ലേ ഈ പരിപാടികൾ നടക്കുന്നത്. അമ്മമാരാണ് ഈ കസേരയ്ക്ക് ചുറ്റും നടക്കുന്ന ആൾക്കാർ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് അടുത്തത് കുട്ടികളുടെ ബിസ്ക്കറ്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നൂലിൽ ബിസ്ക്കറ്റ് കെട്ടിയിട്ടിട്ട് കുട്ടികളെല്ലാം നിന്നിട്ട് ബിസ്ക്കറ്റ് കടിക്കാനായിട്ട് ചാടി പിടിക്കണം. കൈ അനക്കാൻ പാടില്ല. കുട്ടികളുടെ മത്സരമാണ് ഈ കാണുന്നത്. ഇതിൽ കുഞ്ഞു കുട്ടികൾ വരെയുണ്ട് ഈ മത്സരത്തിൽ. ചെറിയ കുട്ടികൾ ചാടി ബിസ്ക്കറ്റിന് വേണ്ടി ചാടിപ്പിടിക്കുകയാണ് കാണുന്നത്. ബിസ്ക്കറ്റ് തിന്നതിനേക്കാളുപരി അവർക്ക് മത്സരത്തിൽ വിജയിക്കാന്നുള്ള മനസ്സാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൻ ആൾക്കാർ തിരുവാതിരക്കളിയിൽ പങ്കെടുക്കുന്ന അമ്മമാരാണ് നിൽക്കുന്നത്. എന്നിട്ട് അവരുടെ കളി നല്ല ഭംഗിയിൽ ഒരുങ്ങി കളിക്കുകയാണ്. അതിൻ്റെ പാട്ടിപ്പോൾ ഇതിനകത്ത് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പാട്ട് കേൾക്കണില്ല. കളി മാത്രം നമുക്ക് കാണാം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഗ്രാമത്തിലെ വിഷു ആഘോഷം. വിഷുവിനോട് അനുബന്ധിച്ച് നടന്ന ആഘോഷത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പരിപാടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോഴേ ഈ പരിപാടികളൊക്കെ മുഴുവൻ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ പരിപാടികളും അമ്മമാരുടെ പരിപാടികളൊക്കെ വളരെ ഭംഗിയായിരുന്നു. നല്ല പാട്ട് വെച്ചിട്ടാണ് കളിക്കണത്. പക്ഷേ നമുക്ക് പാട്ട് ഇതിനകത്ത് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ആ പാട്ട് ഓഫ് ചെയ്തത്. നല്ല സ്റ്റെപ്പ് വെച്ചിട്ടൊക്കെയുള്ള നല്ല കളിയായിരുന്നു. കണ്ടിരിക്കാൻ തന്നെ നല്ല സുഖമുണ്ടായിരുന്നു. 4 മണിക്ക് 4:30 തുടങ്ങിയ പരിപാടികൾ 8 മണിയായപ്പോഴേക്കും വരെ നീണ്ടു നിന്ന്. നമുക്ക് ബോറടിച്ചേയില്ല. പരിപാടികൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ തീരെ ബോറടി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ തിരുവാതിരക്കളി കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു കളിയും കൂടെ കളിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3-4 കളി ഉണ്ടായിരുന്നു. അടുത്തൊരു കളിയും കൂടെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.